ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ കാണാതായ ഗോപൻസ്വാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രധാനമായ ഒരു നിരീക്ഷണം ഹൈക്കോടതി ഇന്ന് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കല്ലറ വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കാമെന്ന് ഹൈക്കോടതി വാക്കാൽ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി കത്തും അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോപൻസ്വാമി മരണപ്പെട്ടതാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കുടുംബക്കാരോട് ഇന്ന് നേരിട്ട് ചോദിച്ചു. അപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും അദ്ദേഹം സമാധി ആയതാണ് എന്ന് പറഞ്ഞപ്പോൾ സമാധിയായ സർട്ടിഫിക്കറ്റ് എവിടെ എന്നും കോടതി ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിനെതിരെ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കേണ്ടി വരും എന്ന് വരെ ഇന്ന് ഹൈക്കോടതി ഓർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കല്ലറ തുറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നൽകിയ പെറ്റീഷൻ അടുത്ത ആഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിവെക്കുകയും ചെയ്തു. സുപ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വന്നിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിന്റെ യാതൊരു നടപടിയിലും ഇടപെടാൻ ഇപ്പോൾ ഹൈക്കോടതി തീരുമാനിച്ചിട്ടില്ല എന്നാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പോലീസിന് അതിൻ്റെതായ നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണ്. കല്ലറ വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കുകയും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ റൈറ്റ്സും ഇന്ന് കലക്ടർക്ക് എഴുതിയ കത്തിൽ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോപൻസ്വാമിയുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്നാണ് ഗോപൻസ്വാമിയുടെ മകന്റെ ആക്ഷേപം. ആ ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഗോപൻസ്വാമിയുടെ മകനെ ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. 99% ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെ? നിങ്ങൾ തന്നെ പറയും. ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് ആലോചിച്ച് തീരുമാനങ്ങൾ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഹിന്ദു സംഘടനകളോട് ആലോചിച്ചിട്ട് രണ്ട് പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, രണ്ടാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? സാറ് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ. ഈ ക്ഷേത്രത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനൊന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട്. അവസാനമായിട്ട് ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ. ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു സംഘടനകൾ നോക്കട്ടെ. കളങ്കപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് മാത്രമാണ് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ ഇടപെട്ടത്. ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധി പൊളിക്കൂലല്ലോ. എന്തായാലും ഞാൻ അവരുടെ ചോദിച്ചു നോക്കട്ടെ ചേട്ടാ. കോടതിയുടെ നിർദ്ദേശമുണ്ട്. അത് തടയുകയാണെങ്കിൽ സ്വാഭാവികമായും മറ്റ് നടപടികൾ കൂടി നിങ്ങൾ തടയുന്ന ആളുകൾ ആരാണോ തടയുന്നത് അവർ നേരിടേണ്ടി വരും. സ്വാഭാവികമായി ഇത് പൊളിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ചേട്ടാ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ ആകെ ഇതാണ്. നിങ്ങളുടെ സാഹചര്യം നമുക്കറിയാം. രാവിലെ വന്നപ്പോൾ മുതൽ സംസാരിക്കുന്നതാണ്. പക്ഷേ ഒരു കോടതി വിധിയുണ്ട്. വിശ്വാസത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കുകയും പറഞ്ഞു. നിയമപരമായിട്ടുള്ള നടപടികൾ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവരെ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് അവരൊന്നൊരു തീരുമാനം എടുക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള കാര്യം. പരാതിയുടെ പിന്നിൽ ഏകദേശം 99% മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ വർഗീയപരമായി തിരിച്ചുവിടാൻ കഴിയുമോ എന്നൊരു ശ്രമത്തിലാണ് അദ്ദേഹത്തിന്റെ പുത്രൻ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആ പരാതിയുടെ
ഒന്നാം പേരുകാരൻ തന്നെ ഒരു ഹിന്ദു നാമധേയകനാണ് എന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി യേശുദാസ് എന്ന് പറയുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നും മൂന്നാമത്തെ പേരാണ് മുജീബ് എന്ന് പറയുന്ന തൊട്ട് അയൽവാസിയായ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമുള്ള ഒരു ഉടമയാണ് ഈ മുജീബ് എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊരു വർഗീയമായി ചിത്രീകരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. വർഗീയതയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രപ്രവർത്തകൻ തന്നെ വലിയ ഒരു ലിസ്റ്റിൻ്റെ പേര് തന്നെ പറയുകയുണ്ടായി. ആ ലിസ്റ്റിൽ 1, 2, 3 പേരുകൾ എല്ലാം തന്നെ ഹിന്ദു നാമധേയത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അദ്ദേഹത്തിനെ വർഗീയമായി ഇത് ചിത്രീകരിക്കാൻ വേണ്ടി യാതൊരു ശ്രമവും നടത്തേണ്ടതില്ല എന്നും ഇത് ഒരു ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നും കിടപ്പിലായ ഒരു വ്യക്തി എങ്ങനെ അവിടുന്ന് നടന്നുകൊണ്ട് ഈ തറയിലേക്ക് വന്നിരുന്നു എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് എന്നും ആ സംശയത്തിൽ പെട്ടെന്ന് മരണവാർത്ത ആരെയും അറിയിക്കാതെ സമാധിയായി എന്ന് പുറത്തേക്കൊരു പോസ്റ്റർ പതിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ആ ഒരു സംശയം ദൂരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇത് വർഗീയമായി ഇതിൽ യാതൊരു താല്പര്യവും ആർക്കും തന്നെ ഇല്ല എന്ന് പത്രപ്രവർത്തകരും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവാസി തന്നെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തെ അന്വേഷിച്ചു, പക്ഷേ കണ്ടില്ല. ഭാര്യ പറയുന്നത് അദ്ദേഹം കിടപ്പിലാണ് എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. മരിച്ചാൽ ഒരു മനുഷ്യനെ അഴിവെക്കത്തക്കാരെ അറിവില്ലേ, ഇല്ലാതെ ഈ കൊണ്ടൊന്ന് എവിടെ സമ്മതി അടക്കിയിട്ട് അയാളില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് അയാൾ എങ്ങനെ മരിച്ചെന്ന് അറിയണം, അയാൾ അതിനകത്ത് ഉണ്ടോന്ന് അറിയണം. ഞാൻ ഒരു മാസം മുമ്പ് അങ്ങനെ അന്വേഷിച്ചു വന്നു. വന്നപ്പോൾ ഭാര്യയും മോനും പറഞ്ഞു കണ്ണുണ്ടല്ലോ, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആള് എങ്ങനെയാണ് ആ കുഴിക്കകത്ത് ശിവൻ മോളിൽ കയറിയിരിക്കുന്നത്? ശിവ മോളിലാണ്ടായിരിക്കണേ. പറഞ്ഞപ്പോൾ പറഞ്ഞ് നീയൊക്കെ എന്തുണ്ടാ ഇവിടെ ഒന്ന് കയറാമെന്ന്. എന്റെ പേര് സുകുമാരൻ നായർ. സുഗു എന്ന് പറഞ്ഞാലാണ് നാട്ടുകാരൊക്കെ അറിയുന്നത്. അറിയാം. ഈ മരിച്ചുപോയ അല്ലെങ്കിൽ സമാധിയായി എന്ന് പറയുന്ന ഗോപകുമാറല്ല, മണിയൻ. അവന്റെ പേര് മണിയനാണ് നമ്മൾ വിളിക്കുന്നത്. 3 പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓ, എത്ര പേരുണ്ടോ എനിക്കറിഞ്ഞൂടാ ആ പേര്. പക്ഷെ ഗോപകുമാറിനെ ഇപ്പൊ പണ്ടും വിളിക്കുന്നത് നമ്മൾ മണിയൻ. 6 ചന്തയിലായിരുന്നു അങ്ങേരെ ജൂനിയർ ജോലി. അല്ലെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ആരുടെയും യൂണിയനിൽ പണിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇനി സാധനമൊക്കെ മറിച്ച അതൊന്നും നമ്മൾ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല. അങ്ങനെയുള്ള ഗോപൻ മരിച്ചാൽ ഒരു മനുഷ്യനെ അഴിവെക്കത്തക്കാരെ അറിയില്ലേ, വേണോ വേണ്ടേ? അയൽവക്കക്കാരെ അറിയിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് ചേട്ടൻ. വേണം. ഇല്ലാതെ ഈ കൊണ്ടൊന്ന് എവിടെ സമ്മതി അടക്കിയിട്ട് അയാളില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ടോ? അതുകൊണ്ട് അയാൾ എങ്ങനെ മരിച്ചെന്ന് അറിയണം, അതേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ ഒരു അപേക്ഷയാണ് സമാധിയായി എന്ന് പറയുന്ന അതിന്റെ ഉള്ളിൽ ഇദ്ദേഹം തന്നെയാണോ ഉള്ളത് എന്നും ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നാട്ടുകാർക്ക് പോലും അറിയില്ല. അത് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ അയൽവാസിയായ ഇദ്ദേഹത്തിന്റെ പോലും അഭിപ്രായം. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ പോലീസ് അത് പൊളിച്ച് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്കും കാത്തിരിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുന്നതുവരെ തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി വരും. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.